ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവാണ്. എൻ്റെ നാത്തൂന് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ പ്രഗ്നൻ്റ് ആണ്. ഇന്ന് ഡെലിവറിയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നോക്കാം. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അബദ്ധം പറ്റിയത്, ഞാൻ റൂം നമ്പർ മറന്നുപോയി. ഫോൺ വിളിച്ചപ്പോഴാണെങ്കിൽ എൻഗേജ്ഡ് ആണ്. ഉമ്മയുടെ ഫോണിൽ വിളിച്ചപ്പോൾ പിന്നെ കുറേ കറങ്ങിയാണ് റൂം നമ്പർ കണ്ടുവച്ച്. റൂമിൽ വെച്ചപ്പോൾ അവിടെ ഉമ്മയും താത്താന്റെ മൂത്ത കുട്ടി മാത്രമല്ല, താത്താന്റെ ഒരു സെക്കൻഡ് ഡെലിവറിയാണ്. താത്താനെ ലേബർ റൂമിൽ കൊണ്ടുപോയിരുന്നു, മറ്റേ വയറ് കെട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. ഇതാണ് താത്താന്റെ മൂത്ത കുട്ടി നിയമോള്. ഭയങ്കര കുറുമ്പേന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ താത്ത റൂമിലേക്ക് കൊണ്ടുവന്ന് പിന്നെ സൈൻ ചെയ്യിക്കല്ലോ. ഡെലിവറി നോർമൽ ഡെലിവറി അല്ല, സിസേറിയൻ ആണ്. ഫസ്റ്റത്തെ സിസേറിയൻ ആയിരുന്നു. അപ്പോൾ സെക്കൻഡത്തും നോർമലി സിസേറിയൻ ആയിട്ട് വരുമല്ലോ. ഒരു 100-ൽ 10% മാത്രമല്ലല്ലോ നോർമൽ ഡെലിവറി വരുള്ളൂ. ഫസ്റ്റത്തെ സിസേറിയൻ ആയാലും ഇത് സെക്കൻഡത്തെ സിസേറിയൻ ആണ്. അപ്പോൾ സൈൻ ചെയ്ത് കൊടുക്കണല്ലോ നമ്മൾ സിസേറിയൻ ചെയ്യുന്നതിന് മുന്നേ. സമ്മതപത്രമൊക്കെ ചെയ്യുന്ന ആളും പിന്നെ രക്ഷിതാവും സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉമ്മയും താത്തയും സൈൻ ചെയ്യാണ്. സമ്മതപത്രത്തില് 2-3 സ്ഥലത്തൊക്കെ സൈൻ ചെയ്യാനുണ്ട്. ഉമ്മ അത് വായിച്ചു വെക്കുകയാണ് ഏതാന്നൊക്കെ. കാണിച്ചാൽ സമ്മതപത്രം, ഇതാണ് സമ്മതപത്രം. അങ്ങനെ പിന്നെ സൈൻ ചെയ്ത് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ വന്ന് BP ചെക്ക് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വന്ന് BP ചെക്ക് ചെയ്യും. BP വേരിയേഷൻ വരികയാണെങ്കിൽ സിസേറിയൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് BP ചെക്ക് ചെയ്യാണ്. ലൈറ്റ് ഇല്ലാത്ത ഇവിടെ കറണ്ട് വരാണ് കേട്ടോ. ഇവിടെ ജനറേറ്ററിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് കറണ്ട് ലൈറ്റ് ഇല്ലാത്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എൻ്റെ മറ്റേ സിസ്റ്റേഴ്സൊക്കെ വന്നു. എനിക്ക് 4 നാത്തൂന്മാരാണ്. ഇത് മൂത്ത നാത്തൂന്റെ മോളാണ്. അവർക്ക് നാളെ പരീക്ഷയാണ്. സെമസ്റ്ററിന് ഡിഗ്രിക്ക് എടുക്കുന്ന കുട്ടിയാ. അപ്പൊ ഹോസ്പിറ്റലിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. സിസേറിയന് വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് പറഞ്ഞത്. ഡോക്ടറുടെ OP ടൈം അപ്പോഴാണ് തീരെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് സിസേറിയൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ബോറടിച്ചപ്പോ ഞങ്ങള് കുട്ടികളെല്ലാവരും കൂടി ഇരുന്ന് ലുഡോ ഒക്കെ കളിച്ച് കുറച്ച് നേരം. പിന്നെ ചായയും കട്ട്ലേറ്റും കഴിച്ച്. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ക്യാൻറ്റീന് തുടങ്ങിയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡിനൊക്കെ, പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ. പിന്നെ അങ്ങനെ ഒരു 5-5:30 ഒക്കെ ആയപ്പോഴത്തേന് നാത്തൂനെ ലാബ് റൂമിലേക്ക് കയറ്റി. ഞങ്ങള് എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാണ്. കുട്ടി വരുന്നതും പ്രതീക്ഷിച്ച്, വാവ വരുന്നതും പ്രതീക്ഷിച്ച്. ഇത് മൊത്തം ഞങ്ങളെ ഫാമിലിയാണ്. OP ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി. പിന്നെ ഇവിടെയുള്ള മൊത്തം ഞങ്ങളുടെ ഫാമിലിയാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു സിസേറിയൻ ഇതുപോലെ ഫാമിലി മൊത്തം ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് വേറെ എവിടെയും ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്റെ നാത്തൂമാരാണ്. ഞാൻ പറഞ്ഞ എനിക്ക് 4 നാത്തൂമാരാണ്. അതില് മൂത്ത 2 നാത്തൂനാണ്. മറ്റേ എന്റെ മദറിലോ. കുറച്ചു നേരം അവിടെ നിന്ന് ബോറടിച്ച് കുട്ടി ഭയങ്കര വാശി അടിച്ച് കരഞ്ഞ് നാത്തൂൻ്റെ വിട്ടു. അപ്പൊ ഞങ്ങള് കുട്ടിക്ക് മിഠായും വെള്ളമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു കടയിലോട്ട് വന്ന്. ഞാൻ പറഞ്ഞില്ലേ ക്യാൻറ്റീൻ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കുറച്ചിങ്ങോട്ട് റോട്ടിലേക്ക് നടന്നു വരണം നമ്മളെ ഫുഡ് എന്തെങ്കിലും കഴിക്കണമെങ്കിലൊക്കെ. അങ്ങനെ ഞങ്ങള് അതൊക്കെ വാങ്ങി പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. സിസേറിയൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു വന്ന് ഡോക്ടർ പറഞ്ഞ്. ഇതാണ് ഡോക്ടർ സിസേറിയൻ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, ബേബിയും കുട്ടിയും ഓക്കെയാണ്, ബേബി ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കുട്ടീനെ പുറത്ത് കൊണ്ടുവരുന്ന വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഫോണും കൈ പിടിച്ചിട്ടായിരിക്കുന്നത് കുട്ടീൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി ഞങ്ങളെ ബേബി പുറത്തേക്ക് വന്ന് ആൺകുട്ടിയാണ്. മാഷാ അല്ലാ, കുട്ടിക്കും ഉമ്മാക്കും ഒരു കുഴപ്പമില്ല. നമ്മളതിൽ ആദ്യം കുട്ടീൻ്റെ കയ്യിൽ കിട്ടിയാല് നമ്മൾ ആദ്യം ചെയ്യല് കുട്ടീൻ്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കും. വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്ത് നമ്മൾ കൊടുക്കും. പിന്നെ കുട്ടിക്ക് മധുരം കൊടുക്കും, സംസം വെള്ളം കൊടുക്കും. അതിന് ശേഷമേ പിന്നെ നമ്മള് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. മീൻസ് കുട്ടി വേറെ ശബ്ദമൊന്നും കേൾക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഇത് ചെയ്യണം. കുട്ടീനെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊടുന്നപ്പോ ഈച്ച പൊടിയുടെ മാതിരി എല്ലാവരും കുട്ടീൻ്റെ ചുറ്റാറായിരുന്നു. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും. എല്ലാവർക്കും കുട്ടീനെ മടിയിൽ വെക്കണം. നമ്മളെ ഫാമിലിയില് പേരക്കുട്ടികളായിട്ട് അധികം പെൺകുട്ടികളാണുള്ളത്. അകപ്പാട് 2 പേരക്കുട്ടിയുള്ള ആൺകുട്ടി. അപ്പൊ ഇത് ആൺകുട്ടിയായപ്പോ എല്ലാവർക്കും സന്തോഷം. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ. ഒരു കുഞ്ഞിക്കാലല്ലേ കളം തീർത്തു മണ്ണിൽ നറുവെണ്ണക്കുടമല്ലേ ഉടയ്ക്കുന്നു കള്ളൻ. ഒരു കുഞ്ഞിക്കാ